തന്നെ പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങള്, നിങ്ങളുടെ പ്രയാസങ്ങള്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകള്, നിങ്ങളുടെ ആഗ്രഹങ്ങള് മഹാന്മാരോട് പോയി പറയണം. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ലേ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ തേടുന്നവരാകണം. മഹാന്മാരോട് തേടണം, ജീവിച്ചിരിക്കുന്ന മഹാന്മാരോട്. അവരോട് നിങ്ങൾക്ക് തേടാം, മരിച്ചുപോയ മഹാന്മാരോട് തേടാം. അവര്, ഞാൻ തുടക്കത്തിലെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, അള്ളാഹുവിനോട് നമുക്ക് കടമകളും കടപ്പാടുകളും ഉള്ളതുപോലെ പടപ്പുകളോട് നമുക്ക് കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. വാപ്പയുടെ ഉമ്മയുടെ ഓടുള്ള ബാധ്യതകൾ നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്, അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാര്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര്, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങള്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു മുസ്ലിമിന് രക്ഷപ്പെടാൻ കഴിയില്ല. എനിക്ക് അമ്പിയാക്കനും വേണ്ട, ഔലിയാക്കളും വേണ്ട, ഞാനും മതി, പടച്ചോനും മതി എന്നൊരാൾ വിചാരിച്ചാൽ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടുന്നവരാകണം. അവർ ജീവിക്കുന്നവരാകട്ടെ മരിച്ചുപോയവരാകട്ടെ. ആ ഒരു മഹാഭാഗ്യം ഈ ഒരു മഹത്തായ പരിപാടിയുടെ സഹകരണത്തിലൂടെയെങ്കിലും നമുക്ക് അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ഖബർ ഒരിക്കലെങ്കിലും ഒന്ന് സിയാറത്ത് ചെയ്യാൻ ഈ നാട്ടുകാരെ സമയം കണ്ടെത്തേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ, പ്രയാസം വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ മഹാനായ സയ്യിദ് അവറുകളുടെ ഹദ്റത്തിലേക്ക് ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലമുണ്ടാകും. അല്ലാഹു തആല സാക്ഷാത്കരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാധുക്കളായ ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങളൊക്കെയും ദുആയിരിക്കണം. ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ട്. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, പണം കൊണ്ട് സഹകരിച്ച എത്രയോ ആളുകൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ പരിസരത്തുള്ള എത്രയോ അയൽവാസികളായ സഹോദരികളും സഹോദരന്മാരും ഒരുപാട് നാളുകളായി മഹത്തായ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചവരുണ്ട്. ഇതിന്റെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാര്, ഇതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത വളണ്ടിയർമാര്, ഇതിനു വേണ്ടിയിട്ട് സേവനം ചെയ്ത, പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി നടന്നവര്, അനൗൺസ്മെന്റ് ചെയ്ത ആളുകള്, ഭക്ഷണം വിതരണം ചെയ്ത ആളുകള്, ഈ മജ്ലിസ് ഒരുക്കിയ ആളുകള്, ഇതിനു വേണ്ടി ശബ്ദവും വെളിച്ചവും തന്ന ആളുകള്, അവരൊക്കെയും ഒരുപാട് അവർ പ്രതീക്ഷിക്കുന്നത് മഹാന്മാരുടെ പൊരുത്തമാണ്. അല്ലാഹുവേ, ആ പൊരുത്തം അവർക്കൊക്കെ നീ നൽകണേ റഹ്മാനെ. ആദരണീയരായ സയ്യിദ് അവറുകള് ഈ നാട്ടിന്റെ അഭിമാനമാണ്, ഈ നാട്ടിന്റെ അഭിലാഷമാണ്. ഒരുപാട് നീറുന്ന വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങളെ സമീപിച്ചാൽ നമുക്കൊരു പ്രതീക്ഷയാണ്, നമുക്ക് ഒരു വലിയൊരു മനസ്സമാധാനമാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് ശാരീരികമായ അവശതകൾ ഒരുപാടുണ്ടായിട്ട് പോലും ഈ സദസ്സിന്റെ നെടുനായകത്വം നൽകിക്കൊണ്ട്, ഈ സദസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഒരുപാട് സമയം നമ്മുടെ മജ്ലിസിൽ വന്നിരുന്നത് ഈ മഹത്തായ മജ്ലിസിന്റെ, ഈ നാട്ടിന്റെ അനിവാര്യമായ ഇതൊരു ഘടകമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. നാട്ടുകാരൊക്കെ സഹകരിച്ചാലും സഹകരിച്ചിട്ടില്ലെങ്കിലും, ആരൊക്കെ വന്നാലും വന്നിട്ടില്ലെങ്കിലും മഹാന്മാരായ ആളുകളെ മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വവും ബാധ്യതയും ആദരണീയരായ പണ്ഡിതന്മാരിലുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. സ്വാലിഹീങ്ങളുടെ മഹത്വം ഒരാൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവരുമായിട്ടുള്ള സുഹബത്തിനെ അല്ലാഹു തആല തടയുമെന്ന് മഹാനായ ഗസാലി ഇമാം പറഞ്ഞത്. നാളെ മഹ്ശറയിലെത്തുമ്പോ, നാളെ ആഖിറത്തിൽ സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനത്തിലെത്തുമ്പോ അവിടെ സ്വാലിഹീങ്ങളാണ്. ആ സ്വാലിഹീങ്ങളുടെ കൂടെ കൂടണമെങ്കിൽ ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് അവരുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാകണം. ജീവിച്ചിരിക്കുന്ന മഹാനായ സയ്യിദ് അവറുകളെ പോലെയുള്ള, മരിച്ചുപോയ മഹാനായ സയ്യിദ് അവറുകളെ പോലെയുള്ള അങ്ങനെയുള്ള ആളുകളുമായിട്ട് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ബോധത്തോടുകൂടി ബന്ധപ്പെടുകയാണെങ്കിൽ, കണക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നാളെ മരിച്ച് ആഖിറത്തിലെത്തുന്ന സമയത്ത്, അതാണ് നമ്മുടെ ശാശ്വതമായ ലോകം, അതാണല്ലോ അവിടെ നമുക്ക് ശാന്തി ഉണ്ടാവുകയുള്ളൂ, സമാധാനം
ഉണ്ടാവുകയുള്ളൂ. ഈ കാര്യം എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട്, എന്റെ മുസ്ലിം സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. ഒരുപാട് ചെറുപ്പക്കാർ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. കഴിഞ്ഞ വർഷം ഈ മഹത്തായ മജ്ലിസിന് വേണ്ടി, മജ്ലിസിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരന്, ഷാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഞങ്ങൾ മറക്കുകയില്ല. ആ ചെറുപ്പക്കാരൻ ഇന്ന് ഖബറിലാണ്. ഒരു ചെറിയ അത്യാഹിതം സംഭവിച്ചുകൊണ്ടിട്ട് മരണപ്പെട്ട് ഖബറിലാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന്റെ ഖബറിടം നീ സന്തോഷമാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ യുവത്വത്തിന്റെ ദൗർബല്യത്തിൽപ്പെട്ടുകൊണ്ട് വല്ല അബദ്ധങ്ങളോ കുറ്റങ്ങളോ കുറവുകളോ ചെയ്തു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ശാന്തിയും സമാധാനവും നൽകണേ അല്ലാഹ്. ഈ പരിസരവാസികളായ സഹോദരങ്ങൾ, സഹോദരിമാര്, അല്ലാഹുവേ, ഈ മഹത്തായ പരിപാടിയുമായി സയ്യിദന്മാരോടുള്ള ആദരവ് കൊണ്ട്, റസൂലുള്ളാഹിനോടുള്ള ആദരവ് കൊണ്ട് സഹകരിച്ചവരാണ്, പങ്കെടുത്തവരാണ്. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് നീറുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കുടുംബപരമായി സങ്കടങ്ങളുള്ളവരുണ്ട്, മക്കളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട്, നീറുന്ന രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം അവർക്ക് നൽകണേ അല്ലാഹ്. ഈ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ഇരക്കുകയാണ്. ഞങ്ങൾക്ക് ദുആ ചെയ്യാനല്ലാതെ പറ്റില്ല. അത് അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇനിയും അടുത്ത വർഷം ഇതിനേക്കാൾ ഉപരിയായി, ഭംഗിയായി, വിപുലമായി മഹാനായ സയ്യിദ് അവറുകളുടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മഹാനവറുകളുടെ ആ സയ്യിദ് അവറുകളുടെ കറാമത്തുകൾ തന്നെ പറഞ്ഞ് മണിക്കൂറുകളോളം പ്രസംഗിക്കേണ്ടതുണ്ട്. പക്ഷേ സമയത്തിന്റെ ദൗർബല്യം കൊണ്ട് ഒരുപാട് വൈകിപ്പോയി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു ധാരണയുള്ളത് കൊണ്ട് ഞാനൊരു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആദരണീയരായ സയ്യിദ് അവറുകളുടെ ഒരു ഭക്തി നിർഭരമായ ഒരു പ്രാർത്ഥന ഇവിടെ നടക്കുകയാണ്. ഈ നിൽക്കുന്ന നിങ്ങളൊക്കെ ഒന്ന് ഈ സദസ്സിൽ, ഈ മുമ്പിൽ ഇരിക്കുന്ന ഈ കസാലകളിലേക്ക് ഒന്ന് വന്നിരുന്നാൽ ആദരണീയരായ സയ്യിദ് അവറുകള് നമുക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തു തരും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. സയ്യിദന്മാരെ കൊണ്ട്, ആലിമീങ്ങളെ കൊണ്ട് സുബ്ഹാനല്ലാഹ് നമ്മൾ ദുആ ഇരപ്പിക്കണം. നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നമ്മുടെ രോഗങ്ങൾ മാറാൻ, നമ്മുടെ കുടുംബത്തിന് സമാധാനം കിട്ടാൻ നമ്മളായിട്ട് പടച്ചിറപ്പിനോട് പറഞ്ഞാൽ അത് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ദുആക്ക് ഉത്തരം കിട്ടുന്ന മഹാന്മാരായ ആളുകളെ നമ്മൾ വിളിച്ചു വരുത്തുന്നത്. അവർ നമുക്ക് വേണ്ടി ദുആ ഇരക്കുമ്പോൾ ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സാക്ഷാത്കരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിക്കട്ടെ. നമുക്ക് നല്ല ഭാവി അല്ലാഹു നൽകുമാറാകട്ടെ. പരീക്ഷയാണ് വരാനിരിക്കുന്നത്. ഒരുപാട് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ ചെറിയ മക്കളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നല്ല ഓർമ്മശക്തി, മെമ്മറി പവർ നൽകുമാറാകട്ടെ. പരീക്ഷയിൽ SSLC ആയാലും അതേപോലെ +1 +2 ഒക്കെ ആയാലും അതിന്റെ താഴെയുള്ള ക്ലാസ്സുകളായാലും നമ്മളുമായി ഇടപഴകിയ നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധപ്പെട്ടവർ, നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾ, നമ്മുടെ നാട്ടുകാർ, അവർക്കൊക്കെ അല്ലാഹു തആല ഉന്നതമായ വിജയം മഹാനായ സയ്യിദ് അവറുകളുടെ കറാമത്ത് കൊണ്ട് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് നമുക്ക് വേണ്ടി ദുആ ഇരക്കുന്നു. അതിനുവേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് വിദ്യാർത്ഥിക്ക് നൽകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മൊമെന്റോ സർട്ടിഫിക്കറ്റ് ആൻഡ് ബുക്ക് നൽകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. രണ്ടാം സ്ഥാനം നേടിയ മൊമെന്റോ സയ്യിദ് മുഹമ്മദ് കോയർ നൽകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തങ്ങൾ ഉപഹാരം നൽകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
രണ്ടാം സ്ഥാനം മനുഷ്യ IMA വിദ്യാർത്ഥി ഉവൈസ് നരിക്കോട്. അദ്ദേഹത്തിനുള്ള മൊമൻറ്റോ പി അബ്ദുറഹ്മാൻ ഹാജി, മനുഷ്യ പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ. മൂന്നാം സ്ഥാനം ജഫീർ PP പൊയ്ത്തുംകട. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ജഫീർ PP-ക്കുള്ള ഉപഹാരം റമദാൻ റബീഉൽ അവൽ മാസത്തിൽ 3-ാം സ്ഥാനം നേടിയ ഷാഉൽ ഹമീദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരുപാട് ആൾക്കാർ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും രോഗങ്ങളും സാമ്പത്തികമായിട്ടും ശാരീരികമായും പ്രശ്നപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ദ്വാ ചെയ്യുക. അല്ലാഹു തആല ഖബൂലാക്കി തീർക്കുമാറാകട്ടെ. നമ്മളെല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ഹർക്കാത്തും സക്കനാത്തും എല്ലാം അവൻ്റെ പൊരുത്തത്തിലാക്കി തീർക്കുമാറാകട്ടെ. ബിജാഹി റസൂലിക സയ്യിദനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ولما نذكر اللهم حاضري الله ناظري الله شاهدي الله معي الله حاضري الله ناظري الله شاهدي الله معي الله حاضري الله ناظري الله شاهدي الله معي. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد حمدا كثيرا طيبا مباركا على كل حال. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد وبارك وسلم عليه. الفاتح لما ولق والخاتم لما سبق الناس اللق بالحق الهادي الى صراطك المستقيم صلى الله عليه وعلى اله وصحبه حق قدره مقداره العظيم. اللهم صل على سيدنا محمد النبي الامي الحبيب الله القدر الجاب وعلى اله وصحبه وسلم. اللهم وصل من الثواب ما قرئنا وما صلينا وما علنا ما كبرنا وما حقنا إلى حضرة نبينا وسيدنا شبهنا مصطفى محمد صلى الله عليه وسلم إلى حضرة آبائه وأزواجه وذريته وأهل بيته أجمعين وإلى حضرة أصحاب البدريين والدين وسائر صحابته والقرابة كلهم أجمعين وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين خصوصا إلى حضرات جميع مشايخ جميع أجداده أبوية خاصة لا سيما إلى حضرة صاحب هذا المحفلة هذه عبد الرباني قدس الله تعالى سر الزيد وإلى حضرة جميع المسلمين مع القرى عما. اللهم زلهم شرفنا لا شرف يمدنا لا وذرهم كرامتنا لا كرامتهم لديك. اللهم اجمع بيننا وبينهم بجناتك النعيم بجوار رسولك سيدنا مصطفى محمد صلى الله عليه وسلم مع آبائنا وأمهاتنا وشيخنا وأساتذتنا وأحبابنا وتلامذتنا يا رب العالمين. اللهم اجعلنا من الذاكرين اجعلنا من الشاكرين اجعلنا من التوابين اجعلنا المتطهرين اجعلنا من عبادك الصالحين الفائزين الآمين المخلصين الغاشين في الدارين. اللهم يا حي يا قيوم يا من بيده مقاليد الخير كلها وإليه يرجع الأمر كله يا فتاح افتح لنا ولمن أحبنا من نحب من تعلق بنا من نفسنا مستوصانا مسكبنا من عاننا
ومن نصرنا من نصر لأهل المغفرة ولأهل العروس يا رب العالمين. فتحا واصفا وبركة تامة وعفة تامة وسلامة دائمة. اللهم يا واجب الوجود يا واهب الخير والجود افض علينا انوار رحمتك ويسر لنا الوصول الى كمال معرفتك. سبحانك لا علم لنا الا ما علمتنا ولا معرفة الا ما علمتنا انك انت العليم الحكيم. بأشرف حبيبك رسولك سيدنا مصطفى محمد. اللهم يا حي يا قيوم يا بديع السماوات والارض يا جلال الكرام سخر لنا ما نعين فيه. اللهم سخر لنا ما نعين فيه. اللهم سخر لنا ما نعين فيه. اللهم قدم المصابة إنا بجميع أمورنا لا سماد يا ضائد المنشأ والمجمع يا رب العالمين. لاشتراء قطعة من الأرض والبناء بأشراف حبيبك رسولك سيدنا مصطفى محمد صلى الله عليه وسلم. يا حي يا قيوم لا تدع لنا ذنبا إلا غفرته ولا عيبا إلا سترته ولا هما إلا فرجته ولا غما إلا كشفته ولا كربة إلا نفسته ولا دينا إلا أديته ولا تدع لنا دين إلا أديته ولا عدوا إلا دمرته ولا مرضا إلا شفيته لا ضالا إلا هديته ولا حاجة من أيدينا والآخرة إلا قضيتها يسرتها يا رب العالمين. اللهم يسر لنا جميع أمورنا اجعل في كل أمورنا فرجا مخرجا من حيث لا تحتسب من حيث لا نحتسب عليك توكلنا إليك منا وإليك المصير. لا حول ولا قوة إلا بالله العلي العظيم. اللهم إنا نسألك نتوسل إليك نتوجه إليك باسمك العظيم وبجاه نبيك الكريم وبحق المجلس الآتير أن تؤدى ديوننا ديون المنشأ والمجمع لاشتراء قطعة من الأرض والبناء يا الله. فإنا نحن عبيدك الله الفقراء المساكين المقصرين المذنبون. يرحمنا 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 لا ترهنا لا تعذبنا لا تعجبنا لا تخيبنا لا تفضحنا في الدارين. أعطنا خير الدارين واشرفنا شر الدارين أعزنا عزة الدارين. اللهم ارزقنا بالليل وفقنا ويسر لنا وصلنا بيتك الأحرام وزيارتك من نبيك رسولك سيدنا مصطفى محمد صلى الله عليه وسلم كرات بعد مرات مرارا من الأهل والعيال والبلاد بعيدهم ولا دينا. اللهم تطعمنا ذنوبنا فاغفرها وتعلم عيوبنا فاسترها وتعلم أمراضنا فاشفها أمراض مرضانا باسمها يا شافي الأمراض. اللهم اشف أمراضنا أمراض من لهم حق ولينا بالدعاء أمراض من أوسانا من سوسانا من سكونا من عيننا من نسرنا ومن نسر لأهل المغفر ولأهل الأمر يا رب العالمين. لا سيما اشف أمراضنا أمراض عمامنا عماتنا خالنا خالتنا وأختنا أخوتنا أخواتنا وأساتذتنا وأهلنا وعيالنا وأولاد كل واد من وأزواجهم وأسائرنا وأسائرهم واشفها يا شافي الأمراض. لا سمع اشفي أمراض الأخت الكبيرة واشفها. اللهم اشفي أمراضنا أمراض الأخت الكبيرة واشفها التي تعالج في المستشفى فروق يا رب العالمين. اللهم تطعن أمراض أختي. اللهم تطعن ما حوار جسد أختي فاقوي جسدها يا الله. طول عمرها يا رب العالمين. طول حياتها في طاعتك ورضاك مع السلامة والعافية والعزة والرفعة والسعة والدنيا والآخرة إنك على كل شيء قدير. بيدك الشفاء وبإذنك الشفاء وبإرادتك الشفاء وبقدرتك الشفاء. أنزل شفاء من شفاك الأمراض إياهم لا سيما أمراض أختي يا رب العالمين التي تعالج في المشفى. يا قيوم يا بديع السماوات والأرض يا الجلال والإكرام يا رافع السماوات يا عامر مدن يا خارق الليل والنهار واشفها يا شافي الأمراض. الرحمن الرحيم يا مالك الملك يا الله. حنان منان ما يا ربي نال جل أوراد لم ذكر لم صلاة لم يسيرك يا الله. رحمن ചെറുതും വലുതും രഹസ്യം പരസ്യം അറിഞ്ഞും അറിയാതുമായ എല്ലാ തെറ്റുകളും വിട്ടുകൊടുത്ത് മാഫാക്കി തന്നെ റഹ്മാന്. എല്ലാ അപാദുകളെയും പാപകളെയും വിട്ടുകൊടുത്ത് മാഫാക്കി തന്നെ അല്ലാ. ഹസനാത്തുകളെ വർദ്ധിപ്പിക്കുകയും സിയാത്തുകളെ മായ്ച്ചുകളെയും ചെയ്യണേ അല്ലാ. റഹ്മാനെ ഒരുപാട് സഹോദരന്മാർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരക്കം പറഞ്ഞത് അവരെല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം അല്ലാ. ഞങ്ങളുടെ ശരീരത്തിൽ ആണ്ടുകൊണ്ട് നടക്കുന്ന എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണേ റഹ്മാന്. പടച്ചവനെ കടം കൊണ്ട് വിഷമിക്കുന്നവരെ കടം വീട്ടി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനയുടെ കടങ്ങൾ വിടാനുള്ള വഴി കാണിച്ചു തരണേ റഹ്മാന്. നീ തന്നെ കടം വീടണേ അല്ലാ. നിന്നെ കൊണ്ട്